ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വാർത്താ സമ്മേളനം വളരെ സസൂക്ഷ്മം ഞാൻ നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന് ശേഷം പതിവ് പോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും പിന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള പ്രോ സംഘപരിവാർ യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ അവരെല്ലാം തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത് സതീശ മേനോൻ ഭജൻസ് മീഡിയ എന്നുള്ളതാണ്. അപ്പോൾ ആ ഭജൻസ് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം ആരംഭിച്ചിരുന്നു. സതീശൻ തിമിർത്തു, തകർത്തു, ആറാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രചരണം ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ സതീശൻ്റെ ഒരു കൺകെട്ട് വിദ്യ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ഹൈ ബീം ലൈറ്റുമായിട്ടാണ് പത്രസമ്മേളനത്തിന് വരുന്നത്. അതിൽ അദ്ദേഹം പല കെട്ടുകഥകളും അതുപോലെ തന്നെ അബദ്ധങ്ങളും കൂടാതെ അർദ്ധസത്യങ്ങളും ഒക്കെ തന്നെ പുറം ലോകത്തോട് വിളിച്ചു പറയുകയും അതൊക്കെ തന്നെ ശരിയാണെന്ന് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ വിചാരിക്കുകയും ചെയ്യും. അവർക്കൊരു വാർത്ത കഴിഞ്ഞാൽ അടുത്ത വാർത്തയാണ്, അവർക്കിതൊരു ഉപജീവന മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ അവരിതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ ചോദ്യങ്ങളൊന്നും ചോദിക്കാനോ ഒന്നും അവർ തയ്യാറാവില്ല. അല്ലെങ്കിൽ അവർക്ക് അത്രയൊക്കെ അവർക്കുള്ളൂ, അതിനുള്ള മിടുക്ക് അവർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവരിൽ പിന്നെ ചില ആളുകളൊക്കെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സൗകര്യപൂർവ്വമായി വളരെ മമതയോടുകൂടി സതീശനെ സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സതീശൻ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, അദാനിക്ക് വേണ്ടി ഒരു വക്കാലത്ത് ഏറ്റെടുക്കുന്ന പണിയാണ് അവിടെ കണ്ടിട്ടുള്ളത്. അദാനിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ആ കള്ളം എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ ഇനി അത് അസത്യമാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ആ സത്യം പറഞ്ഞത് അദ്ദേഹം ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് ദേശാഭിമാനിയുടെ ഒരു വാർത്തയാണ്. ആ ദേശാഭിമാനിയുടെ വാർത്ത ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം മെയ് 18-ാം തീയതി അദ്ദേഹം അധികാരമേറ്റെടുത്തു എന്നുള്ളത് നിങ്ങളെല്ലാവരും പറയണം. അതിനുശേഷം ജൂൺ 5-ാം തീയതി വന്നിട്ടുള്ള ഒരു ദേശാഭിമാനി വാർത്തയാണ്. ആ ദേശാഭിമാനി വാർത്തയിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പുതിയതായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം വന്ന മറ്റേ ജെറോമിക് ജോർജ് എന്ന് പറയുന്ന പുതിയ മാനേജിങ് ഡയറക്ടർ വിഴിഞ്ഞത്തേക്ക് വന്നത്, പുതിയ ആൾ വന്നത് അതിന് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് ഇരുന്നിരുന്നത് ദിവ്യ എസ് അയ്യരാണ്. അപ്പോൾ ദിവ്യ എസ് അയ്യരൊക്കെ അദ്ദേഹം ഒരു ഇൻഡയറക്റ്റായി പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് LDF ഗവൺമെൻറ് സോഴ്സ് വെച്ചിട്ട് ദേശാഭിമാനി ഒരു വാർത്ത കൊടുത്തു. അതായത് നമ്മുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് അവർ ഓഹരികൾ വാങ്ങിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഏക പത്രത്തിൽ വന്നത് ദേശാഭിമാനിയാണ് എന്നൊരു അടി കൂടി കൂട്ടത്തിലൊന്ന് അടിച്ചു കൊടുത്തു. യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ്? ആ സത്യമെന്ന് പറയുന്നത് ദേശാഭിമാനി അല്ല അവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ദേശാഭിമാനിക്ക് മുമ്പ് തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്ര എന്ന് പറയുന്ന അവരുടെ ഡിജിറ്റൽ പത്രമുണ്ട്. ആ ഡിജിറ്റൽ പത്രത്തിൽ വളരെ കൃത്യമായിട്ട് പി മനോജിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയായിട്ടും അതുപോലെ തന്നെ വളരെ ഇതുപോലെയുള്ള ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെയുള്ള പല വാർത്തകളുമൊക്കെ തന്നെ ആദ്യം കൊടുക്കുന്നത് എക്കണോമിക് ടൈംസാണ്. അവർ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പത്രമാണ്. അപ്പോൾ അവരിൽ ഈ വാർത്ത വന്നിരുന്നു. കൂടാതെ 3-ാം തീയതി മാതൃഭൂമിയിൽ വാർത്ത വന്നിരുന്നു. ഇത് കഴിഞ്ഞ് 5-ാം തീയതിയാണ് ദേശാഭിമാനിയിൽ വാർത്ത വന്നത്. പക്ഷേ ഇതൊക്കെ പുള്ളി തൊടാതെ എന്ത് ചെയ്തു, നമ്മളെ വെളുപ്പിക്കാൻ വേണ്ടി പുള്ളി കള്ളം പറഞ്ഞു, നുണ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അതുകൂടാതെ മാതൃഭൂമി അതിനേക്കാൾ വലിയൊരു ഗിമ്മിക്ക് കൂടി കാണിച്ചു. അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. മാതൃഭൂമി 3-ാം തീയതി വാർത്ത പറഞ്ഞതാണ്. അപ്പോൾ വേണമെങ്കിൽ മാതൃഭൂമി നമ്മളൊക്കെ എഴുതുമെന്ന് വിചാരിക്കുന്നത് ഞങ്ങളാണ് ഈ ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്ന് പറയുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം സാധാരണ ഇവരൊക്കെ തന്നെ പറയുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, ഫസ്റ്റ് ഓൺ ഏഷ്യാനെറ്റ്, ഫസ്റ്റ് ഓൺ മാതൃഭൂമി, ഫസ്റ്റ് ഓൺ മനോരമ എന്നുള്ളതാണല്ലോ. പക്ഷേ മാതൃഭൂമി അതും കൂടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അത് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് മാതൃഭൂമി പറയുന്നത് ദേശാഭിമാനിയിലാണ് ഈ വാർത്ത വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത മാതൃഭൂമി കൊടുത്തു. ആ മാതൃഭൂമിയുടെ തൊലിക്കെട്ടി അപാരങ്ങളിൽ അപാരം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. കാശിരംഗ നാഷണൽ പാർക്കിലെ കാണ്ടാമൃഗം പോലും ഈ തൊലിക്കെട്ടി കണ്ടാൽ എന്ത് ചെയ്തു പോകും, താണിച്ച് തലകുനിച്ച് ശരിക്കും പറഞ്ഞാൽ അത് സ്വയം ആത്മഹത്യ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ സതീശൻ പറയുന്ന അടുത്ത വാചകം എന്താണെന്നറിയാമോ? ഈ നുണയൊക്കെ കഴിഞ്ഞിട്ട് സതീശൻ പറയുന്ന അടുത്ത വാചകം, മെഡിസേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത വാചകം, അത് കേട്ട് ഞാൻ ഞെട്ടി. അദാനി ഒരു വിധത്തിലുള്ള കുഴപ്പവും കാണിച്ചിട്ടില്ല. കാരണം അദാനി ഷെയറുകളൊന്നും തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഈ കേരളത്തിൽ ആരെങ്കിലും ഷെയറുകളൊന്നും ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് പറഞ്ഞില്ല. കേരളത്തിലെ വെളിവില്ലാത്ത മാധ്യമങ്ങളൊക്കെ ആദ്യമേ തന്നെ ഇതേതാണ്ട് കേരളത്തിലേക്ക് വരാൻ പോകുന്ന വൻപൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള ലെവലിൽ വാർത്ത കൊടുത്തു. അതൊക്കെ അവർക്ക് പറ്റിയ അബദ്ധമാണ്. പക്ഷേ ഇത് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ പ്രോസസ്സാണ്. അതിലേക്ക് അദാനിക്ക് പണം വന്നം, ഈ പണം വന്നതിന് ശേഷം ഷെയർ ട്രാൻസ്ഫർ ചെയ്യണം. അതിനൊക്കെ ഒരുപാട് ലീഗലി എടുക്കുന്ന നടപടികളാണ്. പക്ഷേ ഏറ്റവും ആദ്യം അവരുമായിട്ടൊരു ഇനീഷ്യൽ ചർച്ച നടത്തുകയും അവരുമായിട്ടൊരു MOU സൈൻ ചെയ്യുകയും ഇത്തരത്തിൽ പണം ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം എന്നുള്ളൊരു കരാറിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അത് ചെയ്തതുകൊണ്ടാണല്ലോ വി.ഡി. സതീശൻ സർക്കാർ ഒരു ആ സംതൃപ്തിയെങ്കിലും വായിച്ചിട്ടുള്ളത്. അസംതൃപ്തി എന്നാണ്, പക്ഷെ ഇവർ വായിക്കുമ്പോൾ അത് ആ സംതൃപ്തി എന്നുള്ളതാണ് വായിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ അദാനിക്ക് ദേഷ്യം വന്ന പ്രശ്നമാവും. അതുകൊണ്ട് അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടൊരു കത്തയച്ചത്. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളൊക്കെ പറഞ്ഞത് ഷെയർ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റി. ശരിക്കും പറഞ്ഞാൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഒരു പ്രയർ അപ്രൂവൽ എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ തന്നെ അദാനിക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുകയാണ്. അവരുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അവരിപ്പോഴും ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് എപ്പോഴെങ്കിലും ഒരു അപ്രൂവൽ നമ്മുടെ അടുത്ത് ഒരു പ്രയർ പെർമിഷൻ ചോദിച്ചാൽ പോരെ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് പോലും സെബിയെ അറിയിക്കുന്നതിന് മുമ്പോ പത്രക്കുറിപ്പ് ഇറക്കുന്നതിന് മുമ്പോ ഇത്തരത്തിലൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ ഒരു മര്യാദക്ക് നമ്മുടെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനത്തിലെ 28% ഷെയറുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാൾ മറ്റൊരാളോട് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യാൻ ചർച്ച നടക്കുമ്പോൾ ആദ്യം ഞങ്ങൾ അറിയട്ടെ എന്നൊരു വാദം പോലും യഥാർത്ഥത്തിൽ വി.ഡി. സതീശനോ ഗവൺമെൻറ്റിനോ ഇല്ല. അത്ര ശക്തമായി അദ്ദേഹം ഇത് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വിചാരിച്ചപ്പോൾ സതീശൻ ഒറ്റക്കായിരിക്കും, അത് കഴിയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇത് കോൺഗ്രസ് ഒക്കെ തിരുത്തി പറയുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാത്രി 7 മണിക്കും 8 മണിക്കും ഒക്കെയുള്ള ചർച്ചകൾ മുഴുവൻ നോക്കുമ്പോൾ കാണുന്നത് എന്താ, കോൺഗ്രസ്സുകാരൊക്കെ തന്നെ വന്നിട്ട് അദാനി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹം ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അവർ തമ്മിൽ ആലോചിച്ചെന്നേ ഉള്ളൂ, നടപടിക്രമങ്ങളിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് രാജു പി നായർ മുതൽ ഓരോരുത്തർ ആളുകളും ഇതുപോലെ ചാനൽ ചർച്ചകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇനി അദാനി കോൺഗ്രസ് ആയി തീർന്നു എന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ പഠിക്കുന്നിരിക്കുന്ന ആളുകൾ മാത്രമല്ല, എന്നെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ പേരുകളൊന്നും പറയുന്നില്ല, പല പ്രമുഖരായിട്ടുള്ള ചാനൽ, അതായത് സഹയാത്രികർ, കോൺഗ്രസ് സഹയാത്രികരായിട്ടുള്ള ശ്രീകുമാർ സാറും അതുപോലെയുള്ള നിരവധി ആളുകളും പല ആളുകളും, ഇപ്പോൾ സജീവൻ സാറെന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടില്ല, അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്ന് ഈ അദാനിയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ അദാനിയുടെ ഒരു ഫാനായി മാറിയിരിക്കുന്നു. കാരണം വളരെ നിസ്സാരമായി കേരള മുഖ്യമന്ത്രിയെ കൊണ്ടും കോൺഗ്രസിലെ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളെ കൊണ്ടും കൂടാതെ ഈ സമൂഹത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രതിഭകളെ കൊണ്ടുമൊക്കെ തന്നെ അദ്ദേഹത്തിന് കൊള്ളൂത്ത് പാടിക്കാനായിട്ട് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇതിനൊരു എക്സ്പ്ലനേഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ഞങ്ങൾ അയച്ച അസംതൃപ്തിക്ക് ഞങ്ങൾ തന്നെ ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നു എന്നുള്ള ലെവലിലാണ് യഥാർത്ഥത്തിൽ ഇന്നലെ മാധ്യമ ചർച്ചകൾ മുഴുവൻ നടന്നത്, കോൺഗ്രസിൻ്റെ നിലപാടുകൾ നടന്നത്. അതിഗംഭീരം എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ ഈ കെ.സി. വേണുഗോപാൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഇവിടെ ഭരിക്കുന്നത് ബി.ജെ.പി ആണെന്ന് വിചാരിച്ചോ, ഇവിടെ ഭരിക്കുന്നത് അദാനിയാണോ എന്നുള്ളതാണ് ചോദിച്ചത്. അദാനി തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാവം രാഹുൽ ഗാന്ധിയോടുകൂടി ചോദിച്ചാൽ അദ്ദേഹം പോലും അവിടെ ഇടിവെട്ടേറ്റ പോലെ ശരിക്കും പറഞ്ഞാൽ ആകെ കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് തന്നെയാണോ എന്നുള്ളത് രഹസ്യമായി കെ.സി. വേണുഗോപാലിനോട് ഒരുപക്ഷെ അദ്ദേഹം കൂടി ചോദിച്ചിട്ടുണ്ടാവും. ആ ചോദിച്ചിട്ടുള്ളതിൻ്റെ വിഷമത്തിലായിരിക്കും കെ.സി. വേണുഗോപാൽ പുറത്ത് വന്ന് ഇതുപോലെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്നും മറന്നു പോകേണ്ട കേട്ടോ. ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിച്ചാൽ അത് കോൺഗ്രസിന് വലിയ ബാധ്യതയാകുമെന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസാണ്. ആ PM നിയാസിൻ്റെ പുറകിലുള്ള ശക്തി ആരായിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്തരത്തിൽ വലിയ തോതിൽ ബന്ധങ്ങളുള്ള പല ആളുകൾക്കും തന്നെ ഇപ്പോൾ സംശയം കടുക്കുകയാണ്. കൂടാതെ ഇന്നലത്തെ സംഭവത്തോടെ അദ്ദേഹം അദാനിയെ ന്യായീകരിക്കുന്നതായിട്ട് ഡൽഹിയിൽ ഹൈക്കമാൻഡ് പോലും തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർ പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സമയമെടുക്കുന്നു, നിമിഷങ്ങളെടുത്തു എന്നുള്ളതാണ് വാസ്തവം. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മളൊരു മെമ്പർഷിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് മെമ്പർഷിപ്പ് എടുക്കാം. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വളരെ ചെറിയ എമൗണ്ടുകൾ വെച്ച് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് എടുത്തത് കൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, അതിന് തൊട്ട് താഴെ നമ്മൾക്ക് ഇനി നേരിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ പേ നമ്പറോ അക്കൗണ്ട് നമ്പറോ ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ഇനി അത് ചെയ്യാൻ കഴിയാത്തവരും അതോർത്ത് വറി ചെയ്യണമെന്നില്ല. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സപ്പോർട്ടൊക്കെ ആവശ്യമുള്ളത് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ പറഞ്ഞാൽ ജനകീയ പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നുള്ളതാണ്.
ഇപ്പോൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞ കാര്യങ്ങളും മറ്റ് നിരവധി കാര്യങ്ങളുമൊക്കെ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ 2 പോഡ്കാസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇപ്പോൾ 24,000 ആളുകളും, രണ്ടാമത്തെ പോഡ്കാസ്റ്റ് 1.5 ലക്ഷത്തിലധികം ആളുകളും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 27,000 വാച്ചവേഴ്സ് രണ്ടാമത്തെ പോഡ്കാസ്റ്റിന് വേണ്ടി മാത്രമുണ്ട്. ആദ്യത്തേത് 1 മണിക്കൂറും 44 മിനിറ്റും, രണ്ടാമത്തേത് 50 മിനിറ്റുമാണ്. ആ പോഡ്കാസ്റ്റ്, രണ്ടാമത്തെ പോഡ്കാസ്റ്റ് കാണാത്തവരെല്ലാവരും തന്നെ കാണണം. കാരണം കേരളത്തോട് ആദ്യമായി കുറച്ച് ഞെട്ടിക്കുന്നൊരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ സംഭവങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സമയമെടുത്താണെങ്കിലും ക്ഷമയോടുകൂടിയാണെങ്കിലും കാണാത്ത പ്രേക്ഷകരൊക്കെ തന്നെ അത് കാണണം. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് കൂടി മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.